അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? എങ്ങനെയുണ്ട് റമദാനൊക്കെ? അടിപൊളിയായിട്ട് തന്നെ പോണില്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാനിതാ കിച്ചണിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് നന്നിപ്പോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്താലോ എന്ന് വിചാരിച്ച് അപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം ഇന്നിപ്പോ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി തന്നെയാണ്. ഇനിയിപ്പോ കുറച്ച് ദിവസം ചിക്കൻ കറി ആയിട്ട് കാരണം പോവാം. അപ്പൊ ഇന്നിപ്പോ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിക്കണ കേട്ടോ. ഉരുളക്കിഴങ്ങ് വലിയതാക്കി ഇട്ടാല് ഇവിടെ മക്കളൊന്നും അത് കഴിക്കൂല കേട്ടോ. അപ്പൊ ഞാൻ ചെറുതാക്കി ഇട്ടതാണ്. എന്നാ പിന്നെ ഉടഞ്ഞാലും ഒരു ഇത്തിരി കൊഴുപ്പിനായാലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങ കരച്ചൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആദ്യം തന്നെ നമ്മളെ കറിക്കുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇന്നിപ്പോ ഒരു ഇത്തിരി നേരം വൈകിട്ടാണ് കിച്ചണിൽ കയറിയത്. ആ നേരം വൈകിയതിന്റെ കാരണമാണ് ആ കുത്തിരിക്കണത് കേട്ടോ. ഇനി പിന്നെ കാരണം പറഞ്ഞാണ്ട് നേരം വൈകിയെന്ന് പറയണ്ട, ഞാൻ കുറച്ചൊക്കെ സഹായിച്ചു തരാന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഓനുറക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ഞാൻ ഒന്നിപ്പം കടന്നു കേട്ടോ. ഓനുറങ്ങി എനിക്ക് സമാധാനത്തിൽ എന്റെ പണിയെടുക്കാനോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ചെങ്ങായി ഉറങ്ങണ ഭാവല്ലേ ഇനി. പിന്നെ എന്നെ ഉറക്കുകയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ പിന്നെ വല്ല നീച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മള് ചിക്കൻ കറി അവിടെ വെന്ത് വരട്ടി. പിന്നെ കുഞ്ഞുട്ടി ഇന്ന് കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ ആദായത്തിൽ കിട്ടിയപ്പോ കുറച്ച് തോരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ കിറ്റ് കിട്ടിയ കാണിച്ചില്ലേ, അതിൽ സമൂസന്റെ ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തന്നെ മക്കള് പറഞ്ഞിട്ടുണ്ടേനി ഇനി നാളെ സമൂസ ഉണ്ടാക്കിയാൽ മതിയെന്ന്. എന്നാ പിന്നെ ഇന്ന് സമൂസ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പൊ ക്യാരറ്റും ക്യാപ്സിക്കം പിന്നെ ഉരുളക്കിഴങ്ങും സബോളയും ഇത്രയും സംഗതികൾ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ സമൂസ ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് പുഴുങ്ങിയിട്ട് ഉടച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇന്നെല്ലാതും കുണുകുണാന്ന് അരിഞ്ഞെടുത്തിട്ട് ആണ് സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇറാനി ബോൾ ഉണ്ടാക്കി പാളിയത് ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അത് ഉണ്ടാക്കണ കണ്ട് ഞങ്ങൾ ചിരിച്ച് ഇതായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് കേടെന്നാലും വീഡിയോയിൽ കാണിച്ചല്ലോ എന്നുള്ളത്. അപ്പം നമ്മളത് പിന്നെ ഒരു കുക്കിംഗ് ചാനലൊന്നും അല്ലല്ലോ. കുക്കിംഗ് ഉണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും, നമ്മളത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് അല്ലേ. അപ്പൊ പിന്നെ അത് അങ്ങോട്ട് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇപ്പൊ വാഴയാലും നല്ലതാണെങ്കിലും കുക്കിങ്ങിന്റെ കാര്യം നമ്മളൊന്ന് കാണിക്കും. പിന്നെ കുക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഭയങ്കര കുക്കിങ്ങിൽ ഭയങ്കര അഗ്രഗണ്യൊന്നുമില്ല. ഇപ്പോഴും കുക്കിങ്ങിന്റെ ABCD പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പുള്ളയാണ് ഞാൻ. അപ്പൊ അതിൻ്റെതായ താളപ്പിഴകളും പാകപ്പിഴകളൊക്കെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും കുക്കിങ്ങിന്റെ കാര്യത്തിൽ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിതൊക്കെ എല്ലാതും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇനി ചിക്കൻ കറി റെഡി ആയിക്കണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഇതിലാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ സാമഗ്രികളൊക്കെ ഇടുന്നത്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് തട്ടി കൊടുത്തു കേട്ടോ. ക്യാപ്സിക്കം പിന്നെ കുറച്ചെടുത്തതെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഈ കാരം വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് കടിച്ചാൽ പിന്നെ ഓല് ചിലപ്പോൾ കഴിക്കൂലേ എന്നൊക്കെ ഒരു ഇതുള്ളത് കൊണ്ടാണ് കേട്ടോ. പക്ഷേ ക്യാപ്സിക്കൊക്കെ ഇതിൻ്റെ കൂടെ വാടി വരുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഒരു അറിയൊന്നുമില്ല കേട്ടോ. ആ ഒരു രീതിയിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലങ്ങോട്ട് പതിഞ്ഞ് പാകമായി വരും. അപ്പൊ ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ഇട്ട് കൊടുത്തിട്ടോ. എനിക്കാണെങ്കിൽ എല്ലാത്തിനും ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടില്ലെങ്കിൽ ഒരു പൊറത്തിയടാ. ഇപ്പൊ മമ്പയർ ചെറുപയർ അങ്ങനത്തെ ഒക്കെ ഉപ്പേരിയൊക്കെ ആണെങ്കിലും ഒക്കെ ഇടും കേട്ടോ. എനിക്കെന്താണ് അത് ഇടുമ്പോഴുള്ളൂ അതിനൊരു രസം കിട്ടുക. അപ്പൊ ഞാൻ അയക്കും അതേപോലത്തെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒക്കെ ചേർത്തിട്ട് ഒന്ന് വയറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്തിനു. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ, ആ ചിക്കൻ കറിയിൽ നിന്ന് ഒരു 3-4 പീസ് എടുത്തിട്ട് ഞാൻ മറ്റേ നമ്മളെ ചെറിയ ഇടിക്കല്ലില്ലേ അതിലിട്ടിട്ടൊന്ന് ഇടിച്ചാണ്ട് അതും ആ ചിക്കനും എനിക്ക് ചേർത്ത് വെത്തിന് കേട്ടോ. ചിക്കൻ കുറച്ച് തോനെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ കാരണം. പക്ഷെ ഞാൻ ഇന്ന് കുറച്ചേ ചേർത്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാതും ഒന്ന് വയറ്റിയെടുത്ത് നമ്മളെ മസാല ഇവിടെ റെഡിയായി. മസാല ഞാനിപ്പോൾ റെഡിയാക്കി ഇവിടെ വെക്കണുള്ളൂ കേട്ടോ. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് സാവധാനം നമുക്ക് ഇതിമ്മക്ക് വരാം. അതിന് മുമ്പ് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തിട്ട് നമുക്ക് അതിമ്മക്ക് വരാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ചിക്കൻ കറി റെഡി ആയി എന്ന് പറഞ്ഞിട്ടില്ലയോ. അപ്പം അത് ഞാൻ തേങ്ങ അരച്ച് ഒഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എനിക്കിവിടെ തേങ്ങ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ അയലക്കത്ത് കൂടെ ഒക്കെ തേങ്ങ തെങ്ങില്ലോല് തേങ്ങ ഇടുമ്പോൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു 5-6 തേങ്ങ കിട്ടിയതേനു. അത് പാകം 2 അയക്കണം കേട്ടോ. നോമ്പിന് മുന്നേ കിട്ടിയതേനി കേട്ടോ. അപ്പൊ അത് കയ്യിന് വരെ ഉണ്ടാവും തേങ്ങ അരച്ചുള്ള കറികളൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ അരക്കാത്ത കറികളൊക്കെ കഴിക്കാറ്. അപ്പൊ നമ്മളെ കറിയൊക്കെ സെറ്റ് ആയിക്കണ്. അപ്പൊ ഇന്നും പത്തിരി തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇന്ന് കുറച്ച് കൂടുതൽ പത്തിരി ഉണ്ടാക്കും വേണം. കാരണം ഇന്നലത്തെ പത്തിരി കുറച്ച് തേഞ്ഞിട്ടില്ല ഇനി. അപ്പൊ നമ്മളെ കറി റെഡി ആയിക്കണ്.
ഇനിയിപ്പോൾ അതൊന്ന് മൂപ്പിച്ച് ഇട്ടെടുക്കട്ടെ കേട്ടോ. ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടേനി. പിന്നെ കഴിഞ്ഞ ദിവസം ആ ഉള്ളി ഇട്ട് വെച്ച പാത്രം ഉണ്ടല്ലോ, ഉള്ളിയും കറിവേപ്പില ഇട്ട് വെച്ച പാത്രത്തിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടേനി. അത് ഞാൻ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഷോപ്പിൽ നിന്ന് ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അയച്ചെന്ന കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. അതും ജനൽമ വെച്ച ആ ക്ലോക്കും ഒക്കെ അതിൽ പെട്ടതാണ് കേട്ടോ. അതേപോലെ തന്നെ ആ പത്തിരി പരത്തിന് നമ്മൾ ആ ഒരു റൊട്ടി മാറ്റില്ലേ, ആ സാധനം ഒക്കെ ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. അതേ സാധനങ്ങളൊക്കെ മീഷോയിലും ഫ്ലിപ്പിലും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് തപ്പി നോക്കിയാൽ കിട്ടും. അതിൻ്റെയൊക്കെ എന്താ പറയുക, ഏകദേശം അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ അതിലൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ പത്തിരിയിലെ മാവും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. ഇവിടെ നോമ്പ് വന്നാൽ മാത്രം കണ്ടുവരുന്ന പ്രതിഭാസമാണ് പത്തിരി. അതുകൊണ്ട് ഫസ്റ്റത്തെ 1-2 ദിവസം ഭയങ്കര പത്തിരി പ്രേമികളായിക്കാരം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പത്തിരിനോട് വലിയ ഇഷ്ടമൊക്കെ കുറഞ്ഞു വരും. അത് എനിക്ക് സമാധാനം. എന്നും പത്തിരി ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ആകെ പാടെ കുഴഞ്ഞു പോകും. എനിക്കാണെങ്കിൽ പത്തിരി ഉണ്ടാക്കല് ഭയങ്കര മെനക്കെട്ട പണിയാണ് കേട്ടോ. അപ്പം ഇന്നലെ ഇപ്പോൾ പത്തിരി വൈകുന്നേരത്ത് കഴിക്കാനൊക്കെ ഉണ്ടായി. കടി ഉണ്ടാക്കിയാൽ പെൽച്ചക്കും അതന്നെ വേണം കേട്ടോ. അപ്പോൾ പെൽച്ചക്ക് കുറച്ച് ഒന്ന് കുറഞ്ഞു പോയി. ഇനിയിപ്പോൾ കുറഞ്ഞു പോയാൽ പിന്നെ ബാക്കി ചോറ് വെക്കും, ചോറ് എന്നിട്ട് അഡ്ജസ്റ്റ് ആക്കും. അപ്പം പിന്നെ രാവിലത്തെ നോമ്പ് നോൽക്കാത്തവർക്കില്ല പത്തിരി ഉണ്ടായിരുന്നില്ല. അപ്പം പറഞ്ഞു ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തോന ഉണ്ടാക്കി തരണം എന്നുള്ളത്. അപ്പം ഞാനിന്ന് കുറച്ച് തോന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ട് കണ്ടല്ലോ ഈ പത്തിരിക്ക് മാവ് വാട്ടിയ ഈ പാത്രമല്ലേ, ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ തരിക്കഞ്ഞി ഉണ്ടാക്കുക. ഇത് കഴുകൊന്നുമില്ല, ഇതിൽ തന്നെ ഉണ്ടാക്കും. തരിക്കഞ്ഞിക്ക് ഒരു ചെറിയ കുറുക്കൊക്കെ കിട്ടി. ഇതിന്റെ ആ ഒരു പൊടിന്റെ ചോയൊന്നും എന്തായാലും ഉണ്ടാവൂല, നല്ല ടേസ്റ്റ് തന്നെ ഇരിക്കാറ്. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തീനെന്ന് പറയാം. ഒരു 2-3 പാത്രമൊക്കെ വെച്ച് ഒപ്പിക്കണോല്ലേ. കാരണം ഇന്നിപ്പോൾ അതേപോലെ ഒന്നല്ലല്ലോ. അന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഒരു ചെമ്പട്ടി, ആ ചെമ്പട്ടീനെ പൊടി വാട്ടാനും ഉണ്ടാവും, പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കാനും ചിലപ്പോൾ കറി തേങ്ങ അരച്ച് വെക്കാനും ഒക്കെ ഒരു ചെമ്പട്ടിക്കാരം കേട്ടോ. അങ്ങനെയൊക്കെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ചെറുപ്പ കാലത്തിലൊക്കെ. അപ്പം ഞാനങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ. ഞാനിവിടെ തരിക്കഞ്ഞി ഇപ്പം ഉണ്ടാക്കലേ ഇല്ല. ഇവിടെ തരിക്കഞ്ഞി വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്രാവശ്യം നോമ്പ് തുടങ്ങിയിട്ട് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. തരിക്കഞ്ഞി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു വരുമ്പോഴത്തേന് സമയം ഇങ്ങോട്ട് കഴിയാണ് കേട്ടോ. ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഉണ്ടാക്കണം എന്തായാലും എന്തെങ്കിലുമൊക്കെ ചില ദിവസങ്ങളിലൊക്കെ തരിക്കഞ്ഞി ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സഹായി കണ്ടോ, ഞാൻ ആ റൊട്ടി മാറ്റി നേരെ വിരിച്ചിട്ട് ഒന്ന് പരത്തുമ്പോൾ തന്നെ ഓനത് തല പറിച്ചിൽ തുടങ്ങും. പിന്നെ ഇങ്ങനെ കൊമ്പള മാതിരി ആവും. അങ്ങനെ ചങ്ങായിനെയും കൊണ്ട് ഇന്നിപ്പോ ചങ്ങായി ആണെങ്കിൽ അലമ്പാക്കിന്റെ പിന്നെ അല കൂടിയും ചെയ്തിരിക്കണം കേട്ടോ. ഇന്നിപ്പോ പത്തിരി കുഴക്കാനും കുഞ്ഞടിക്കാക്കാനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ പെട്ടെന്ന് കുഞ്ഞു കിട്ടാൻ വേണ്ടിക്കാണ്ട് 2 പാർട്ടാക്കിക്കാണ് കേട്ടോ. വലിയതാകുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടല്ലേ. അപ്പൊ 2 ഭാഗമാക്കിയാണ്ട് അതിങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. ഞാൻ എനിക്ക് ഈ പത്തിരി പണിയുമ്പോൾ ഒരു 2-3 മണിക്കൂർ ഇങ്ങോട്ട് പോകും കേട്ടോ. പത്തിരി പരത്തുന്ന ദിവസം പിന്നെ ബാക്കി എനിക്ക് ഒരു അറിവറേ കയറട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാനും സമയം കിടത്തി തയ്ക്കൂല. കാരണം ഇതിപ്പോൾ നല്ല സമയം പോകും. പിന്നെ ഒന്നാമത് എപ്പോഴും ഇത് ഉണ്ടാക്കി ശീലമില്ലാത്തതുകൊണ്ടാണ് ഒരു തയക്കം വരണ്ടേ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിട്ടിനെ പത്തിരി പരത്താൻ കിട്ടിയില്ലാന്ന്. അത് കഴിഞ്ഞ് ഞാൻ അമർത്തുന്ന സമയത്ത് മൂപ്പര് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേനി. അപ്പൊ പറഞ്ഞ് എന്നാ ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ക്യാരറ്റ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തോനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പൊ എന്നാ വൈകുന്നേരത്തിന് ക്യാരറ്റ് ജ്യൂസ് അടിച്ചാന്ന് വിചാരിച്ച് അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെത്തി കഷ്ണങ്ങളാക്കി തരാമാണ് പറഞ്ഞാണ്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പൊ എനിക്ക് ആ പണി ലാഭമായി കിട്ടി. പിന്നെ നമ്മളെ പത്തിരി വരത്തലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പത്തിരി ചുടുന്നത് പുറത്താണ് കേട്ടോ. അപ്പൊ നമ്മളടുത്ത് ഈ ഒരു 3 പോണ ആ പത്തിരി കല്ലുണ്ട്. അപ്പൊ അതവിടെ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. ഇതൊന്ന് ചൂടായി കിട്ടിയ പിന്നെ എളുപ്പമുണ്ട് കേട്ടോ പരിപാടി. ഫസ്റ്റ് ചട്ടകം എടുക്കാൻ മറന്നുപോയി. അപ്പം ചട്ടകം കുട്ടികൾ കൊണ്ടുവന്നപ്പോഴത്തേന് നമ്മളെ പത്തിരി ചെറുതായിട്ടൊന്ന് ഫസ്റ്റത്തെ പത്തിരി കരിച്ചിട്ടുണ്ടേ കേട്ടോ. പിന്നെ ചട്ടിയാണെങ്കിൽ നല്ലോണം ചൂടായും ചെയ്തിനി. ഞാൻ പത്തിരി ചട്ടി അടുപ്പത്ത് വെച്ച് നിസ്കരിച്ചാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ആദ്യം നല്ലോണം കത്തിച്ച് നല്ല പോലെ കണ്ട് ചൂടാക്കി എടുത്തും ചെയ്തിനി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചട്ടകം ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. മറ്റേ ചട്ടകം നമ്മൾ പത്തിരിക്ക് മാവ് കുഴച്ചിക്കാണ്ട് പിന്നെ ഞാൻ വെള്ളത്തിലിടാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് അത് ആകെ ഒട്ടിപ്പിടിച്ചതായിട്ടുണ്ടായി കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് ഇത് മറിച്ചുമ്പോൾ പത്തിരി ഇങ്ങനെ പൊട്ടിപ്പോകേനി. അതിൽ പിന്നെ അത് മാറ്റി വേറെ ചട്ടകൊക്കെ ആക്കി ഞാൻ പത്തിരിയൊക്കെ ചുട്ടെടുത്തു കേട്ടോ. പത്തിരി ചുടൽ എളുപ്പം കഴിയും കേട്ടോ. കാരണം ഒരു 3-4 വെച്ച് ഇങ്ങനെ ചൂടുന്നതുകൊണ്ട് നല്ല ചട്ടി ചൂടായ എളുപ്പമുണ്ട് പരിപാടി. അത് കഴിഞ്ഞ് വന്ന് നമ്മളെ ക്യാരറ്റ് തിളപ്പിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നേരത്തെ മാവ് ഉണ്ടാക്കി വെച്ചില്ലേ സമൂസൻ്റെ, അപ്പം അത് ഒന്ന് മടക്കിയെടുക്കും വേണം. അപ്പോൾ അജുവിന് ബോക്സ് പോലെ 1-2 ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ എന്നാൽ ബോക്സ് പോലെ ഓനൊന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ, ഒരു 2.
അപ്പൊ ഇടക്ക് മൈദമാവിന്റെ ആ ഒരു പശ വെച്ച് തേച്ചിട്ട് അങ്ങനെ ഞാൻ ഒരു 2 മാത്രം ഓൽക്ക് ബോക്സ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ടേനി. ബാക്കിയൊക്കെ നമ്മള് സമൂസ പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. കാരണം ബോക്സ് ഉണ്ടാക്കുമ്പോൾ അതിന് 2 ഷീറ്റ് പോകും ട്ടോ. ഈ ഒരു ഓല 2 പോവും സമൂസന്റെ ഓല. അപ്പൊ ഞാന് വേഗം ഇതൊക്കെ ഒന്ന് ഇതാക്കി എടുക്കട്ടെ ട്ടോ. അപ്പുറം ആൾക്കാരുണ്ട് ട്ടോ ഇത് ഉണ്ടാക്കണത് ഒക്കെ കാണാന് കൗതുകത്തോടെ നോക്കിയിട്ടുണ്ട്. സേനക്കുട്ടന് ഇതൊക്കെ ഇപ്പോ എന്താ പറയാ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇതൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ആൾക്ക് ഇത്ര കിട്ടും ബുദ്ധി വെച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ എല്ലാം ഓരോ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കണ് ട്ടോ. ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരം വൈകി കിച്ചണിൽ കയറിയും ചെയ്തു. പിന്നെ പത്തിരിമ്മ നല്ലോണം പണി സമയം പോയിട്ടുണ്ടേനി ട്ടോ. ഇന്നിപ്പോ കുറച്ച് അധികം ഉണ്ടാക്കിയതുകൊണ്ട് അതിന് കുറച്ച് സമയം അയിമ്മ പോയിട്ടുണ്ടേനി. അത് കഴിഞ്ഞപ്പോ അത് 6 മണിയൊക്കെ ആയ സമയത്താണ് നമ്മള് സമൂസയൊക്കെ പൊരിച്ചെടുക്കണത് ട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ജ്യൂസിനുള്ള കാര്യങ്ങളും സെറ്റ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂസന്റെ നിറമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നൊക്കെ ഉണ്ട് ട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരു സമയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ ഒക്കെ പോകുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്തോളാന്ന് പറഞ്ഞ് അജു ഏറ്റെടുത്തിക്കണ്. പിന്നെ സമൂസയൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ നിയമം ഏറ്റെടുത്തിക്കണേ. അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാരറ്റ് ജ്യൂസൊക്കെ അടിച്ചെടുത്തിക്കണേ കേട്ടോ. പിന്നെ കുറഞ്ഞ സാധനം വെച്ചിട്ട് കൂടുതൽ ജ്യൂസൊക്കെ വേണം എന്നുള്ളവർക്ക് നല്ലൊരു സംഗതിയാണ് ഈ ക്യാരറ്റ് ജ്യൂസ്. ഒരു 4-5 ക്യാരറ്റ് ഉണ്ടായാൽ നമുക്ക് അത്യാവശ്യം നല്ല കുറുന്നനെ നല്ല ക്വാണ്ടിറ്റിയിൽ ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റും. കാരണം ക്യാരറ്റ് ജ്യൂസ് നമ്മൾ വെള്ളം പാറ്റി കൊടുത്തോളും അതിങ്ങനെ കുറുകി വരും. ചേച്ചി ഭയങ്കര വെള്ളം എന്ന് പറഞ്ഞു കണ്ട് ആകെ കലക്ക വാത്തിയാക്കണ്ട. കുറച്ച് ഏലക്കായും പഞ്ചസാരയും പിന്നെ പാലൊക്കെ ഇട്ടിട്ട് ഞാൻ അടിച്ചെടുത്തേക്കേനി കേട്ടോ. പിന്നെ അതൊക്കെ വീഡിയോ വെച്ച് ഷൂട്ട് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ബാങ്ക് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ടേബിളൊക്കെ മക്കളൊക്കെ സെറ്റ് ആക്കിക്കണം കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേനും ഓലന്നെ അതൊക്കെ ശരിയാക്കി വെച്ചൊക്കെ ചെയ്തീനി. പിന്നെ അവർക്ക് സോസൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് സോസൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ പാത്രത്തിൽ വെച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മക്കള്. പിന്നെ അതാ നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് കേട്ടോ ബാക്കി പണികളൊക്കെ എടുക്കണത്. എനിക്ക് സാധാരണ ഈ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും എല്ലാ പണിയും കഴിഞ്ഞ് വന്നിട്ട് റാഹത്താണ് കേട്ടോ. അതാണ് എനിക്ക് ഒരു ഇഷ്ടം. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നേരം വൈകിയതുകൊണ്ട് പാത്രം കേൾക്കലൊന്നും നടന്നിട്ടുണ്ടായില്ല. കുറച്ച് പാത്രങ്ങൾ കേൾക്കി കേട്ടോ. ബാങ്ക് കൊടുക്കാൻ ആഗോളല്ലേ പാത്രങ്ങൾ ഞാൻ കേൾക്കി. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ പിന്നെ അതവിടെ ഇട്ട് അങ്ങനെ തുറക്കാൻ പോയിട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറന്ന പാത്രങ്ങളും എല്ലാതൊന്ന് കേൾക്കി വെച്ചിരിക്കണം കേട്ടോ. ഇന്നിപ്പോ പത്തിരി ചൂടല് കഴിഞ്ഞേക്കന്നെ ചോറൊന്നും തീമട്ടിട്ടുണ്ടായില്ല നേരം വൈകിയത് കൊണ്ട്. അപ്പൊ അതപ്പൊ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിക്കണം കേട്ടോ. പെലച്ചക്കൊക്കെയുള്ള ചോറിനുള്ള അരിയൊക്കെ ഇട്ടിക്കണ്. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.